ഗൾഫിൽ എങ്ങനെയാണോ വെള്ളിയാഴ്ചക്കുള്ളി മട്ടൻ മന്തി എന്ന് പറയുന്നത്, അതുപോലെയാണ് ടെക്സാസിൽ ആന്ധ്ര ടെമ്പിൾ വിസിറ്റ് സൺഡേ, പിന്നെ ഒരു ആന്ധ്ര മട്ടൻ ബിരിയാണിയും. ആന്ധ്രാപ്രദേശിൽ റായൽസീമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഫുഡ് മാത്രം വെക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം പോയത്. കാണുന്ന ബാക്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഇല്ലേ, ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈസ് മാത്രമേ ഉള്ളൂ. സോ വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി പോവാണ്. ഈ ടെമ്പിൾ വിസിറ്റ് നടത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദി ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളെ മനസ്സിലേക്ക് വരുന്നത് 80 വർഷം പഴക്കമുള്ള പാരഡൈസ് റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വെറും 25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാവർച്ചിയാണ്. ബാവർച്ചി US മാത്രം 50 ലൊക്കേഷനാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം, നല്ല വിശപ്പുണ്ട്, കാറ് പെട്ടെന്ന് പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെ US ഡയസ്പെറൻ്റെ ഇടയിൽ ഇത് ഇത്ര പെട്ടെന്ന് വൈറലായെന്നുള്ളത്. കാരണം നല്ല ആംബിയൻസും ഹൈജീനും ഫീൽ ചെയ്യും. US ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഉള്ള ശരവണ ഭവനാണ്. സെക്കൻഡാണ് ബാവർച്ചി. ബാവർച്ചി ഒരു ഷോർട്ട് പീരീഡിലാണ് 15 ബ്രാഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ശരവണ ഭവനിൽ വെജ് മാത്രമേ ഉള്ളൂ. ഇവിടെ വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആന്ധ്ര ബാവർച്ചി ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് സ്പെഷ്യൽ ബാവർച്ചി ഹൈ സ്പൈസി മട്ടൻ ബിരിയാണി, പിന്നെ വെജ് ഐറ്റമായിട്ട് ഒരു ബട്ടർ ചിക്കനും പിന്നെ ബ്രെഡുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ മട്ടൻ ബിരിയാണി വന്നപ്പോൾ ഞാൻ ഞെട്ടി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. മാത്രമല്ല അതിൻ്റെ ആ സ്പൈസി ഫ്ലേവർഫുൾ ലുക്ക് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 10 വർഷം കൊണ്ട് ഇത്ര റാപ്പിഡായിട്ട് 50 ഔട്ട്ലെറ്റ്സ് ബാവർച്ചി തുടങ്ങാനുള്ള 3 കാരണങ്ങളാണ്. ഒന്ന് അവരുടെ ഫ്രാഞ്ചൈസ് മോഡൽ, പിന്നെ ഒന്ന് നൊസ്റ്റാൾജിയ, പിന്നെ വേറൊന്നും പറഞ്ഞ ക്വാണ്ടിറ്റി. ഇത് 3 വെച്ചിട്ടാണ് ഇവർ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്.